നമ്മൾ നമ്മുടെ പ്രത്യാഘാതങ്ങൾ കുറേയെല്ലാം അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും അത് അഫക്റ്റ് ചെയ്യുന്നത്, എനിക്ക് ഏറ്റവും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റൈൽസാണ്, തുണി കയറ്റുമതി തന്നെയാണ്. കാരണം ഫാർമസ്യൂട്ടിക്കൽസ് ഈ തീരുവയിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സെക്ടറായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ എനർജിക്കകത്ത് അത്തരം തീരുവ ചുമത്തുന്നില്ല. അപ്പം ടെക്സ്റ്റൈൽസ്, അതുപോലെ നമ്മുടെ മറ്റ് കാർഷിക വിഭവങ്ങൾ, ജ്വല്ലറി, അതുപോലെ ഡയമണ്ട്, ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അത് ഈ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അമേരിക്കയെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെയാണ് ബാധിക്കാൻ സാധ്യത. കാരണം അമേരിക്കയെ സംബന്ധിച്ച് നമ്മളുമായിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നവരുടെ അവരുടെ മൊത്തം 28 ട്രില്യൺ ഒക്കെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയും നമ്മുടേത് 4 ട്രില്യണോളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. അപ്പോൾ ഈ മേഖലകളെയെല്ലാം അത് ബാധിക്കും. അപ്പം അത് പൂർണ്ണമായും നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത് തീർത്തും ബാധിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതൊരു കേവലം ഒരു വ്യാപാര സംബന്ധമായ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഒന്നല്ലല്ലോ. ഇതിൻ്റെ ഒരു സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത്, ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നയം തന്നെ തീരുവ ഉയർത്തി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കുക എന്നുള്ളൊരു നയം, അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാവസായിക പശ്ചാത്തലത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു നയമായി തന്നെ അവതരിപ്പിക്കുകയാണ്. അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിലൊരു വലിയ ഭീഷണിയുടെ സ്വരമുണ്ട്. അതിലൊരു ഇമ്പീരിയലിസത്തിൻ്റെ, സാമ്രാജ്യത്വത്തിൻ്റെ, ഒരു ഏകാധിപത്യത്തിൻ്റെയൊക്കെ സ്വഭാവത്തിൽ ഞാൻ പറയുന്നത് കേൾക്കുക, അതനുസരിക്കുക, അങ്ങനെ അതിന് വിധേയമാകുക എന്നൊരു നയം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അന്ന് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ചുങ്കത്തിന് വിധേയമാകുമെന്നുള്ളൊരു ധാരണ നമുക്കില്ലായിരുന്നു. കാരണം ഇന്ത്യയുമായി കഴിഞ്ഞ 10-30 വർഷമായി അമേരിക്കയിലെ വിവിധ ഭരണ പ്രസിഡന്റുമാർ, പല പാർട്ടിയിൽപ്പെട്ടവർ ചേർന്നുണ്ടാക്കിയ ഒരു ബന്ധത്തിൻ്റെ ഒരു ഘടനാപരമായിട്ടുള്ള ശക്തി ഇതിനുണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നതും അത് നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അത്തരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള ഒരു ബന്ധത്തെ മറികടക്കുന്ന ഒരു നയം ട്രംപ് എടുത്തത്. അതിൻ്റെ ഏറ്റവും വലിയ സന്ദർഭം എന്ന് പറയുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായി ട്രംപ് എടുത്ത നിലപാട്. അപ്പം ഇന്ത്യ എന്തൊക്കെയാണോ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടുകളായി അവതരിപ്പിച്ചത്, നമ്മളുടെ താല്പര്യങ്ങളായി അവതരിപ്പിച്ചത്, അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ് ട്രംപ് എടുത്തത്. അപ്പോൾ യുദ്ധത്തിൽ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ വീണു, അല്ലെങ്കിൽ യുദ്ധത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്നുള്ളതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ളൊരു നിലപാടെടുത്ത് അതിൻ്റെ അടുത്ത ഘട്ടമായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ ഇടപെട്ട് അത് പരിഹരിച്ചു എന്ന് പറയുന്നത്. ഒരു മീഡിയേഷൻ നടത്തി പരിഹരിച്ചു എന്ന് പറയുന്നതിനെ ഇന്ത്യ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ അതിലെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം, അദ്ദേഹം ലോകത്ത് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുടെ ഇടയിൽ സമാധാനം കൊണ്ടുവന്ന് നൊബേൽ പ്രൈസ് വാങ്ങുവാൻ പോകുന്ന ഒരാളാണ് എന്നുള്ള ഒരു താല്പര്യത്തിന് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ട്രംപിന് നോബൽ പ്രൈസ് വേണമെന്ന് പറയാൻ നമ്മൾ തയ്യാറായില്ല എന്നുള്ള ഒരു പശ്ചാത്തലം. അപ്പോൾ ട്രംപിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുവ നയവും ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസിനെ നമ്മൾ പിന്തുണയ്ക്കാതിരുന്ന 2 വിഷയങ്ങളാണ് ഈ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഒട്ടും യുക്തിസഹജമല്ല. അത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ട്രംപിൻ്റെ പ്രത്യേകമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ഒരു വലിയ തീരുവ ചുമത്തുന്ന നയം പാലിക്കുന്നു, ഇന്ത്യയുമായി അതെടുത്ത് പറയുമ്പോൾ നമ്മളൊരിക്കലും വിചാരിച്ചിരുന്നില്ല ഇന്ത്യയുമായി ഇത്ര ഒരു തർക്കത്തിലേക്ക് അത് പോകുമെന്ന്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ചില താല്പര്യങ്ങൾ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ അതിനെ പിന്തുണയ്ക്കാതിരുന്നതുകൊണ്ട്, ഇത് രണ്ടും യുക്തിസഹജമല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഏതൊക്കെ മേഖലകളിൽ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം തന്നെ നമ്മളെക്കാൾ കൂടുതലായി വ്യാപാരം റഷ്യയുമായി നടത്തുമ്പോൾ, യൂറോപ്യൻ യൂണിയൻ നടത്തുമ്പോൾ, ചൈന നടത്തുമ്പോൾ അതിനെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അവിടുന്ന് വാങ്ങുന്നത്. അതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുങ്കം ചുമത്തുമെന്നുള്ളൊരു വാദം വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഘടനാപരമായിട്ടുള്ള നല്ല ബന്ധങ്ങളെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും നൊബൽ പ്രൈസ് കിട്ടുവാനുള്ള താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വ രീതിയിലുള്ള ഏകാധിപത്യപരമായ നടപടികളെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് വിലയിരുത്തിയാൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങളും ഇനി ഒരു മുന്നോട്ട് പോകുമ്പോൾ എപ്രകാരമായിരിക്കും അമേരിക്ക ഇന്ത്യയോട് ഈ ചർച്ചകളിൽ എന്ത് നിലപാടുകളായിരിക്കും സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് വളരെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള
ഒരു സാഹചര്യമാണ്. ഇതിനി ചർച്ചകളിലേക്ക് പോകുമോ എന്നറിയില്ല. മറ്റ് പല വ്യവസായികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ പറഞ്ഞത് ഈ സിറ്റുവേഷന് മാറ്റം വരാൻ സാധ്യതയുണ്ട്, നമ്മൾ ചർച്ചകളിലേക്ക് പോകും, മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടി നിന്നുകൊണ്ട് നോക്കിയാൽ മാത്രമേ നമ്മുടെ ഈ വിവിധ മേഖലകളെ ഇത് എപ്രകാരം ബാധിക്കും, ഇത് നീണ്ടു നിൽക്കുമോ, ചർച്ചകളിലേക്ക് സൂചിപ്പിച്ചതുപോലെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായും കാണാം അല്ലേ? ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഒരു സമ്മർദ്ദമുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വിദേശ നയം എന്ന് പറയുന്നത് ആൾക്കാരെ വിളിച്ചു വരുത്തുക, രാജ്യങ്ങളെ വിളിച്ചു വരുത്തുക, ഭീഷണിപ്പെടുത്തുക, വിരട്ടുക. ഇത് അദ്ദേഹം വ്യക്തിപരമായി വിജയിച്ച ഒരു തന്ത്രമാണ്. അദ്ദേഹത്തിൻ്റെ വ്യവസായ നടത്തിപ്പിൽ എല്ലാത്തരം കള്ളത്തരങ്ങളും നടത്തുന്ന കള്ളത്തിൻ്റെ ഒരു വ്യാപാരിയാണ് അദ്ദേഹം. അതിലദ്ദേഹം വലിയ രീതിയിൽ വിജയിച്ച ആളാണ്. അമേരിക്കയിലുള്ള ടാക്സ് കൊടുക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയത്. ഈ ആദ്യ ടൈമിൽ തന്നെ അദ്ദേഹം പ്രസിഡൻ്റായപ്പോൾ പല രാജ്യങ്ങളിലും പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ട് കൈക്കൂലി കൊടുക്കാതെയും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പ്രസിഡന്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ 8 or 10 ട്രംപ് ടവേഴ്സ് ഉയർന്നു വരുന്നുണ്ടോ എന്നാണ് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും. അപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വ്യവസായവും അമേരിക്കയുടെ സാമ്രാജ്യത്തെ താല്പര്യങ്ങളും വ്യവസായിക താല്പര്യങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കിണഞ്ഞു കിടക്കുന്ന ഒരു പ്രത്യേക സങ്കീർണാവസ്ഥയിൽ വേണം നമ്മളിതിനെ കാണുന്നത്. ആ ഒരു പശ്ചാത്തലം കൂടെ ചേർത്ത് വായിച്ചാലേ ഇത് വെറും വ്യാപാരമല്ല, ഇതിൻ്റെ അകത്ത് ഭൗമരാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട്. ലോകത്തിലെ മറ്റ് ശക്തികളെ എങ്ങനെ ട്രംപ് വരുതിയിൽ നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇതിനെ എങ്ങനെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരേ സമയം പാകിസ്ഥാനുമായിട്ട് എടുക്കുന്നു, ചൈനയുമായിട്ട് എടുക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു വ്യാപ്തിയും ഇത് വെറും വ്യാപാരമല്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രതികരണമൊക്കെ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പ്രാഥമികമായി ഞാൻ കണക്കാക്കുന്നത്. ശരി.